ഇപ്പോൾ നമ്മൾ കൂത്തുപറമ്പിലാണുള്ളത്, അറിയാലോ. കണ്ണൂർ ജില്ലയുടെ ഓരോ ഗ്രാമങ്ങൾക്കും ഓരോ രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായൊക്കെ വലിയ പ്രത്യേകതകളുണ്ട്, വലിയ പ്രാധാന്യമുണ്ട്. കൂത്തുപറമ്പ് UDF സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ, വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ ഐതിഹാസികമായ പോരാട്ടം നടന്ന് 5 സഖാക്കൾ രക്തസാക്ഷികളായ മണ്ണിലാണ്. ഇപ്പോൾ നമ്മൾ ആ രക്തസാക്ഷി സ്തൂപത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട ശൈല ടീച്ചർ, കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശൈല ടീച്ചറാണ് ഇന്ന് നമ്മുടെ അതിഥി. ഞാനും ശരത്തേട്ടനും കുറച്ച് നേരമായി ടീച്ചർ തിരക്കിനടിയിൽ ഓടി വരികയാണ്. ഇനിയും ഇന്ന് പാനൂർ കൂത്തുപറമ്പ് മണ്ഡലത്തിൻ്റെ പാനൂരാണോ? ചെറുവാഞ്ചേരി മേഖല. അപ്പോൾ ടീച്ചറെ, ഗുഡ് മോർണിംഗ്. കൈരളിയുടെ ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ കേരളം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളും കേരളവും ഒക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് വടകരയിലെ മത്സരം. അതോടൊപ്പം തന്നെ ശൈല ടീച്ചറെ കേരളം നെഞ്ചേറ്റതുപോലെ വടകര എങ്ങനെ നെഞ്ചേറ്റുന്നു എന്ന് എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ് ടീച്ചർ. തീർച്ചയായിട്ടും നല്ല ഒരു അനുഭവമാണ്. വടകരയിലെ ജനങ്ങൾ തീർച്ചയായിട്ടും എന്നെ വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ജനങ്ങൾ കാണിച്ചിട്ടുള്ള സ്നേഹവും സഹകരണവും ഈ തെരഞ്ഞെടുപ്പിലും ഒരു വോട്ടായിട്ട് അവർ അതിൽ പ്രതിഫലിപ്പിക്കും. എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരത്തേട്ടൻ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് ടീച്ചർ, ഞാനും കുട്ടനും ഒക്കെ, ഞങ്ങൾ മാധ്യമപ്രവർത്തകർ, ഞങ്ങൾ മാത്രമല്ല, എന്തെല്ലാം സാഹചര്യത്തിൽ എത്ര നേരം ടീച്ചറോട് ഇങ്ങനെ സംസാരിച്ച് പോയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അപ്പോൾ വടകരയിലെത്തിയത്, ഇവിടുത്തെ മത്സരം, അതിൻ്റെ ഒരു തീവ്രത, ടീച്ചറെ നേരിട്ട് കാണുക എന്നതെല്ലാമാണ്. അപ്പോൾ ഗുഡ് മോർണിംഗ് കേരള ഇപ്പോൾ തത്സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കാവ്യ നേരത്തെ ടീച്ചർക്ക് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിരുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞൊരു വാചകമുണ്ട്, സ്നേഹം എന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. സഹകരണം എന്നുള്ള വോട്ടർമാരും സ്ഥാനാർത്ഥികളും തമ്മിൽ എപ്പോഴും ഉണ്ട്. ഈ വടകര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു അവിടുത്തെ മനുഷ്യരുടെ ഒരു സ്നേഹം, ഞാൻ വോട്ടർമാരെന്ന് പറയുന്നത് മനുഷ്യരുടെ ഒരു സ്നേഹം തിരിച്ച് ടീച്ചർ അവർക്ക് നൽകുന്നത്, അവരിൽ നിന്ന് കിട്ടുന്നത് ഓരോ ദിവസത്തെ ഒരു അനുഭവത്തിൽ നിന്ന് എങ്ങനെയാണ് പങ്കുവെക്കുക? ഞാൻ നിരവധി ആളുകളെ വ്യക്തിപരമായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാവരെയും എനിക്ക് വ്യക്തിപരമായി കാണാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു പാർലമെൻറ്റ് നിയോജക മണ്ഡല സ്ഥാനാർത്ഥിക്ക് കഴിയുന്ന കാര്യമല്ല. നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിൽ നമുക്ക് ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കുന്നു എന്നേ ഉള്ളൂ. ഓരോ വീട്ടിലും ചെന്ന് എല്ലാവരെയും നേരിൽ കാണുന്ന ആഗ്രഹമുണ്ട്. പക്ഷേ അതൊരിക്കലും സാധിക്കില്ല. കാരണം 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ ചേർന്നതാണ് പാർലമെൻറ്റ് നിയോജക മണ്ഡലം. കണ്ടിട്ടുള്ള ആളുകളിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ അവർ എന്നോട് സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ഒട്ടേറെ പ്രതിസന്ധികൾ നമ്മൾ അതിജീവിച്ചിട്ടുണ്ട്. ആ അതിജീവന പ്രക്രിയയിൽ അങ്ങനെ നേരിടുന്നതിൽ എനിക്ക് കൂട്ടായി നിന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയാം. അത് നമ്മൾ വളരെ നന്നായിട്ട് നല്ലൊരു ടീം വർക്കിൻ്റെ ഭാഗമായി നമുക്കതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു. അതിൽ ജനങ്ങളുടെ വലിയ തോതിലുള്ള ഒരു അംഗീകാരം അത് ജനങ്ങൾ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതല്ല, ഈ പറയുന്ന ജനങ്ങളും ആരോഗ്യ വകുപ്പും ഗവൺമെൻറ് ആകെയും ഇടപെട്ടിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. വടകര മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ നിപ്പ വൈറസ് ബാധയുണ്ടായത് ഈ പ്രദേശത്താണ്. അത് പേരാമ്പ്രയിലെ ചെങ്ങരോത്ത് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അവിടെ സൂപ്പിക്കട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ആ വൈറസ് ബാധ ഉണ്ടായ സമയത്ത് നമ്മളാകെ ഭയന്നു പോയിരുന്നു എല്ലാവരും. കാരണം വലിയ മരണനിരക്കുള്ള വൈറസാണ് ഇത്. ഇത്രയും നല്ല ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനത്ത് വന്നാൽ ഒരുപാട് ആളുകൾ മരിക്കാൻ ഇടയാകുമെന്നാണ് ശാസ്ത്രജ്ഞന്മാരൊക്കെ പറഞ്ഞത്. പക്ഷേ നമ്മൾ വളരെ ഉണർന്ന് പ്രവർത്തിച്ചു. ഞാൻ 40 ദിവസം കോഴിക്കോട് തന്നെ താമസിക്കുകയുണ്ടായി. ആ 40 ദിവസം കൊണ്ടാണ് നമ്മൾ വൈറസിനെ കണ്ടെയ്ൻ ചെയ്തത്. എല്ലാവരുടെയും ഓർമ്മകളിലേക്ക് വരുന്ന വാചകങ്ങളാണ് ഇതൊക്കെ. അതിനൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാൻ അവിടെ ചെങ്ങരോത്ത് ഗ്രാമത്തിലേക്ക് തന്നെ ഞാനും TP രാമകൃഷ്ണേട്ടനും കൂടി പോവുകയുണ്ടായി. പലരും വിലക്കിയിരുന്നു, കാരണം അവിടെ പോകരുത്. അന്ന് ആളുകളുടെ തെറ്റിദ്ധാരണ വായുവിലൂടെയൊക്കെ വൈറസ് പകരും എന്നുള്ളതായിരുന്നു. അതെ, പുതിയൊരു ഇതാണ്. അപ്പോൾ അവിടെ ആ ഗ്രാമത്തിൽ പോയിരുന്നു, ജനങ്ങളെ ആശ്വസിപ്പിച്ചിരുന്നു. എല്ലാവരും സഹകരിച്ചു. 28 ദിവസം ക്വാറൻറ്റൈൻ എന്നൊക്കെ പറയുമ്പോൾ അന്നൊരു പുതുമയായിരുന്നു. നമുക്കൊരു 10 ദിവസം വീട്ടിൽ പുറത്തിറങ്ങരുത് എന്ന് പറയുമ്പം മനുഷ്യർക്കുണ്ടാവുന്നൊരു വിഷമമുണ്ട്. പക്ഷേ ചെങ്ങരോത്തെ ജനങ്ങൾ അത് പൂർണ്ണമായിട്ടും അനുസരിച്ചു. കേരളം മുഴുവൻ കൂടെ നിന്നു. പ്രത്യേകിച്ച് ഈ നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ജനങ്ങൾ അന്ന് കൂടെ നിന്നിരുന്നു. ഒരുമിച്ച് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു അന്ന് കണ്ടിരുന്നത്. അപ്പം ഞാൻ ഇവിടുത്തെ ജനങ്ങളോട് പറയുന്നതും അതാണ്. അന്നൊക്കെ ഞാൻ എങ്ങനെ പ്രവർത്തിച്ചോ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പൂർണ്ണ സമയം ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വടകരയുടെ MP ആയി ജനങ്ങൾ തെരഞ്ഞെടുപ്പ് ഉറപ്പാണ് കൊടുക്കുന്നത്. അതെ, ആ ഉറപ്പാണ് കൊടുക്കുന്നത്. അതിൽ ജനങ്ങൾ പ്രതികരിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഞങ്ങളൊക്കെ ഇപ്പോൾ കേരളം, ലോകമെമ്പാടുമുള്ള മലയാളികൾ ടീച്ചറിങ്ങനെ ഈ വടകരയുടെ ഈ മണ്ഡലത്തിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ജനങ്ങളുടെ വലിയ സ്നേഹവും വലിയ തിരക്കും ഒരുപാട് വീഡിയോസ് ഓരോ ദിവസവും കാണുന്നുണ്ട്. ഇതൊക്കെ പലതും ഈ തിരക്കിനിടെ ടീച്ചറുടെ ഫോണിലേക്കും വരുന്നുണ്ടാകാം. അപ്പോൾ ഈ ആളുകൾ
വോട്ടർമാർ അടുത്ത് വരുമ്പോൾ അവരുടെ ഒരു മനസ്സ്, ഒരു സ്ഥാനാർത്ഥി ഇപ്പോൾ കൂത്തുപറമ്പിൽ നിലവിൽ MLA ആണ്, അതിനു മുമ്പും നിയമസഭാ അംഗമായിരുന്നു, ആദ്യമായി പാർലമെൻറ്റ്. അപ്പോൾ ഈ വോട്ടർമാരുടെ ഒരു പൾസ് അവരെ ചേർത്ത് പിടിക്കുമ്പോൾ, അവർ കൈ പിടിക്കുമ്പോൾ മനസ്സിലാവുന്നത് എങ്ങനെയാണ്? വടകരയിൽ നിന്ന് ഇപ്പം മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? തീർച്ചയായിട്ടും ആളുകളുടെ ഒരു ചെറിയ പുഞ്ചിരി നമ്മളെ നോക്കിയിട്ടുള്ളത്, ഒരു അംഗീകാരം, ഒരു അതാണ് ഞാൻ പറഞ്ഞത്, ആളുകളുടെ സ്നേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത് ധാരാളമായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അവർ തീർച്ചയായിട്ടും അവരുടെ ജനപ്രതിനിധിയായി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഞാൻ ഉണ്ടാവണം എന്ന് കരുതും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചില വീഡിയോകൾ കണ്ടിരുന്നു, ഏതോ കോളേജിലൊക്കെ പോയപ്പോൾ കുട്ടികളുടെ നടുവിൽ ടീച്ചർ നിൽക്കുന്നു, എല്ലാവരും വളരെ സ്നേഹത്തോടെ നിൽക്കുന്ന ചില ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ കണ്ട്. എങ്ങനെയുണ്ട് കുട്ടികൾ, സ്ത്രീകൾ, ഇവരുടെയൊക്കെ ഒരു അടുപ്പം, അവരിലുള്ള പ്രതീക്ഷ? ചെറുപ്പക്കാരുടെ പ്രതികരണം എനിക്ക് പ്രത്യേകിച്ച് തോന്നിയിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ തന്നെ ഒരു അനുകൂലമായിട്ടുള്ള നിലപാടുണ്ടാകുന്നു എന്നുള്ളത്. ഞാൻ അവർക്ക് വേണ്ടിയും തിരിച്ചു പറയുന്നത് അത് തന്നെയാണ്. വടകരയുടെ MP ആയി മാറിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ, അതിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ വിദ്യാർത്ഥികളുടെ നല്ല, ഇപ്പോൾ നമ്മൾ ബ്രെയിൻ ഡ്രെയിനിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന കാലമാണല്ലോ. അപ്പോൾ ആരും വെളിയിലേക്ക് പോകരുതെന്ന് നമ്മൾ ഒരിക്കലും പറയാൻ കഴിയില്ല. വിദേശത്തൊക്കെ പോകണം. പക്ഷേ ഇവിടെ തന്നെ പഠിച്ച് വളർന്നു വരുന്ന കുട്ടികൾക്കൊരു, ചെറുപ്പക്കാർക്കൊരു സംരംഭം അത് ഉണ്ടാക്കി കൊടുക്കാൻ വടകരയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ സ്കോളർമാരുടെയും അതുപോലെ വിദ്യാർത്ഥികളുടെയും എല്ലാം പ്രത്യേക മീറ്റിങ്ങുകൾ തന്നെ വിളിച്ചു ചേർത്തുകൊണ്ട് എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക, അവർക്ക് കരിയർ ഗൈഡൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് റിക്രൂട്ട്മെൻറ്റ് കമ്പനികളൊക്കെ അവരെ ഉൾക്കൊള്ളാൻ തയ്യാറാകും ചില മേഖലകളിൽ. അത്തരം ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ടി, ഈ ചെറുപ്പക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യണം. ഞാൻ ഇപ്പം മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ MLA ആയിരിക്കുമ്പോൾ അവിടെ തരംഗം എന്ന് പറഞ്ഞൊരു വിദ്യാഭ്യാസ പദ്ധതി കൊണ്ടുവന്നിരുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ഞാൻ എൻ്റെ MLA ഫണ്ടിലൊരു ഭാഗം കരിയർ ഗൈഡൻസ് സെൻറ്റർ ഉണ്ടാക്കാൻ അവിടെ മാറ്റിവെച്ചിരുന്നു. അപ്പോൾ അതുപോലെ ഉള്ള കരിയർ ഗൈഡൻസും ഭാവിയിലേക്ക് കുട്ടികൾക്ക് പ്രവേശിപ്പിക്കാം. പല വിദേശ യൂണിവേഴ്സിറ്റികളിലേക്ക് അവർക്ക് ബന്ധപ്പെടാൻ സാധിക്കും. അങ്ങനെയുള്ള നിരവധി കോഴ്സുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. അതിനെല്ലാം സഹായിക്കുന്ന രീതിയിലുള്ള സംരംഭങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ എനിക്ക് വോട്ട് ചെയ്യും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ജയിച്ചു വന്നാൽ ഇത്തരം കാര്യങ്ങളിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുമെന്നാണ് പറയാൻ.